നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ഏത് എനർജിയിലാണെന്നാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയം, ഇന്നത്തെ ദിവസം നിങ്ങൾ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, മുന്നോട്ടേക്കുള്ള നല്ലൊരു ഗൈഡൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. ലൈക്ക് ചെയ്ത് എനർജിയെ കണക്ട് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം കേട്ടോ. നല്ല ഒരു റീഡിങ്സ്, റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ്, നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വ്യക്തമായൊരു മറുപടി ലഭിക്കുന്ന റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ തന്നെ അഫർമേഷൻസ് എഴുതുക. ഒരു കാരണവശാലും നിങ്ങൾ അഫർമേഷൻസ് എഴുതുന്ന സ്റ്റോപ്പ് ചെയ്യരുത്. അതൊരു വലിയൊരു പവർ എനർജിയാണ് കേട്ടോ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിനും അപ്പുറമുള്ള ഒരു അത്ഭുതം, ഒരു മിറാക്കിളാണ് അഫർമേഷൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തായിക്കോട്ടെ, നിങ്ങളിപ്പോൾ കറൻറ്റ്ലി ഏത് സിറ്റുവേഷൻസിലൂടെ ആയിക്കോട്ടെ പോകുന്നത്, നിങ്ങളത് ചിന്തിക്കേണ്ട. അഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണ്. നിങ്ങൾ ഏത് അവസ്ഥയിലെത്തണം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ ജീവിതം, നിങ്ങൾക്ക് ഏത് അവസ്ഥയിലാണ് എത്തേണ്ടത്, എത്രത്തോളം ഉയർന്ന പൊസിഷനിലാണ്, എത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുന്നത്. നിങ്ങളുടെ സ്വപ്നത്തെയാണ് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. വ്യക്തമായിട്ട് എഴുതുക. നിങ്ങൾ ഈ കറൻറ്റിൽ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ കടന്നു പോകുന്നതിന് ഏത് കാര്യമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഇന്ന അവസ്ഥയിലൂടെ ഞാൻ പോകുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അതായത് കറൻറ്റിൽ നിങ്ങൾ ആ അവസ്ഥയിലാണ്. ചിലപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിലല്ല, ചിലപ്പോൾ അത് എങ്ങനെ എഴുതും നമ്മളല്ലാത്ത എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക, ലോജിക്കിലേക്ക് ഫോക്കസ് ചെയ്യാതെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നിങ്ങളൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പതുക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവത്തിലേക്ക് വന്നു തുടങ്ങും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കണ്ണുമടച്ച് എഴുതിക്കോ. എത്ര വലിയ സ്വപ്നമാണെങ്കിലും നമുക്കൊരു പരിധി ഉണ്ടല്ലോ ഓരോന്ന് ചെയ്യുന്നതിനും എത്തിച്ചേരുന്നതിനും. അതുപോലെ നമ്മൾക്ക് കിട്ടാവുന്ന ആ ഒരു പരിധിയിലുള്ളത് പോലും നമ്മളിലേക്ക് വരാതെ പോകുമ്പം നമ്മളതിനെ മാനിഫെസ്റ്റേഷനിലൂടെ, നമ്മുടെ സങ്കല്പം, നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കണം. അത്രയും പവർ എനർജി നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു പവറിനെ നിങ്ങൾ വെറുതെ കളയരുത്. അത് നിങ്ങൾ ഉപയോഗപ്രദമാക്കണം. ഏത് ഏജിലാണെങ്കിലും നിങ്ങൾ ഉപയോഗപ്രദമാക്കുക. നിങ്ങളതിനെ ഫോക്കസ് ചെയ്യുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ, പേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. അത് വളരെ വസ്തുതയോടു കൂടി തന്നെ ചെയ്യണം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കണക്റ്റ് ചെയ്ത് നിങ്ങൾ റീഡിങ്സ് എടുക്കുക. ചിലരൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മുഴുവൻ കഥകളും പറയുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഒരു റീഡർ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ കണക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളെക്കുറിച്ച് മുഴുവൻ അറിഞ്ഞിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തരാനോ, നിങ്ങളുടെ പാസ്റ്റിലെ പ്രോബ്ലംസ് എന്തായിരുന്നു എന്ന് പറയാനോ, പ്രസൻറ്റിൽ ഇപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് പറയാനോ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മൈൻഡിൽ അത് കിടക്കുന്തോറും ഒരിക്കലും കറക്റ്റായൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക കേട്ടോ. നിങ്ങളുടെ കഥകൾ മുഴുവനും കേട്ടിട്ട് റീഡ് ചെയ്യുക എന്നത് ഒരിക്കലും അത് ശരിയല്ല. അത് കറക്റ്റായൊരു നടപടിയല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ മാത്രം കൊടുക്കുക, വ്യക്തമായ മറുപടി നേടിക്കുക, ഗൈഡൻസ് തേടുക. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു റീയൂണിയൻ പ്രസൻസ് ഒക്കെ പറയുമ്പം അത് പിറ്റെന്ന് തന്നെ സാധ്യമാകുന്നതല്ല. നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓരോ സ്റ്റേജുകളും കടന്നു പോയി കഴിയുമ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അത്ഭുതം നിങ്ങളിൽ വരുന്നതെന്നുകൂടി മനസ്സിലാക്കുക കേട്ടോ. പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാൻ തയ്യാറാവുക. മനസ്സറിഞ്ഞതിനെ അത് സമർപ്പണബോധത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കർമ്മ ഹീലിംഗ് ഒക്കെ നടത്തി എടുക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ തടസ്സങ്ങൾ മാറി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പേഴ്സണൽ റീഡിങ്സിന് ഇറങ്ങിത്തിരിക്കുമ്പം മനസ്സിലാക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇൻഡിസിഷൻ എനർജിയാണ്. ഇന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. മനസ്സിൽ കുറച്ച് കൺഫ്യൂഷൻ, ഒരു തിരയടിച്ച് ഇങ്ങനെ കയറുന്ന ഒരു വല്ലാതെ ഒരു മാനസിക പ്രശ്നം, കുറച്ച് സ്ട്രെസ് എനർജി, ഒരു എന്താ പറയുക, വല്ലാത്ത ഒരു ഇമോഷണൽ പ്രോബ്ലംസ് ഇന്ന് ചിലരിൽ, അതായത് 3 എനർജിയുടെ നെഗറ്റീവ് പ്രസൻസ് കുറച്ച് ആളുകളുടെ എനർജിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥ, ഒരു ഏകാന്തത, അതായത് ഒരു വല്ലാതെ ഒരു സൈലൻറ്റ് ഫീലിങ്സ് ഉള്ളിൽ തന്നെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വല്ലാതെ ഒരു ഒറ്റപ്പെടൽ, ഒരു ഭീതി, ഒരു ഭയമൊക്കെ ചിലരുടെ എനർജിയിൽ ഇന്ന് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഉൾവലിഞ്ഞ് നിന്നു പോകുന്ന ഒരു നിശബ്ദതയുടെ ഒരു ഫീലിങ്സ് ഉണ്ട് ഇന്നത്തെ ദിവസം. നമുക്കതൊരു പെയിൻ എനർജി പോലെയാണ് കണക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ ഒരു വേദന, ചുമ്മാ ഒരു സങ്കടം, ഒരു നഷ്ടബോധം, അതുപോലെ ഒരു ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീലിങ്സ്, ഒറ്റയ്ക്കിരുന്ന് കരയാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥ, അതാ ഒരു 3 എനർജിയുടെ നെഗറ്റീവ് ഭാവം നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നത് കൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു തീരുമാനമെടുക്കുന്നത് ശരിയാണോ, പറയുന്നത് ശരിയാണോ, ചിന്തിക്കുന്നത് ശരിയാണോ, ടോട്ടലി ഒരു ബ്ലൈൻഡ് എനർജിയുടെ ഫീലിങ്സ് കുറച്ച് ആളുകളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു 40 എബോവ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് ഒരു സ്തംഭന അവസ്ഥ ചിലരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. ലൈഫിൽ തന്നെ ഒരു ടോക്സിക് ഫീലിങ്സ്, അതായത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഇടുങ്ങിയ ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒതുങ്ങി പോകുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണ് നമ്മുടെ ജീവിതത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത്. നമ്മളിൽ പേരൻസിൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ വെച്ച് പാസ്റ്റിലേക്ക് ആളുകളിലേക്ക് നോക്കുമ്പം ഉള്ളതും കൊണ്ട് ജീവിക്കുക, കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല, വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യരുത്, അത് നമുക്കുള്ളതല്ല, നമുക്ക് അർഹതയില്ലാത്തതാണ്. അതുപോലെ പണത്തെ സ്നേഹിക്കുന്നത് ഭയങ്കര ഒരു അപകടകരമാണ്. പണത്തിനോട് ഇഷ്ടം തോന്നുന്നത് വലിയ തെറ്റായൊരു, അത് പിന്നെ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകും. ഇങ്ങനെ കുറേ തെറ്റായ ഗൈഡൻസുകൾ കിട്ടിയിട്ടുള്ള കുറേ ആളുകളുടെ എനർജിയുടെ പ്രസൻസാണ് ഇവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അബണ്ടൻസ് ആണുള്ളത് കേട്ടോ. എപ്പോഴും ഒരു ഇമോഷണൽ സ്റ്റക്നെസ് നിങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് പോലും വേണ്ട എന്ന് തോന്നുന്ന, അതായത് ഒരു മടുപ്പ് തോന്നുന്ന, എല്ലാത്തിനോടും ഒരു അകലം പാലിക്കുന്ന ചില മാനസിക അവസ്ഥകളിലൂടെ കുറേ ആളുകൾ കടന്നു പോകുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ മറികടക്കണം. നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്, ഒരു പക്ഷേ നിങ്ങൾ നല്ലപോലെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, നല്ല മോട്ടിവേഷൻ, നല്ല പവർഫുള്ളായ മോട്ടിവേഷൻ പറയുന്ന ആളുകളുടെ, ഫ്യൂച്ചറിലേക്കുള്ള സക്സസ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ മോട്ടിവേഷൻ കേൾക്കുക. അല്ലാതെ പ്രണയം, വിരഹം, വികാരം ഒന്നും പറയുന്നവരുടെ അല്ല. നമ്മളുടെ സക്സസ്സിനെ നമ്മളെ പുഷ് ചെയ്ത് തരുന്ന ആളുകളുടെ മോട്ടിവേഷൻ കേൾക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നല്ല ശക്തമായിട്ട് നിങ്ങൾ ഏത് എനർജിയിലാണോ വിശ്വസിക്കുന്നത്, പ്രപഞ്ചം ഒരു എനർജി തന്നെയാണ്, പക്ഷേ ഏത് നാമത്തിലുള്ള എനർജിയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് ശക്തമായൊരു പ്രാർത്ഥനയിലേക്ക് കൊടുക്കുക. നമ്മളുടെ ആവശ്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഈ പറഞ്ഞതുപോലെ അഫർമേഷൻസ് എഴുതുക. ഇതൊക്കെ നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന, നിങ്ങൾക്കറിയാവുന്ന, നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടം, ഒരു 10 വയസ്സിനൊക്കെ പിന്നിലേക്ക് നോക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഏകദേശം ഒരു 10 വയസ്സ് മുതലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പുറത്ത് നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡിൽ നിൽക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ 1 by 1 ആയിട്ട് എഴുതി
കത്തിച്ച് കളയുക പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ്. എങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റുകയുള്ളൂ ഈ ഒരു ട്രാപ്പ് എനർജിയിൽ നിന്ന് കേട്ടോ. കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് പോലും നിങ്ങൾക്കറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതെല്ലാം ഒരു ട്രോമയെ ബേസ് ചെയ്താണ്. മുൻ സമയങ്ങളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത അവഗണിക്കപ്പെടലാവാം, മാറ്റി നിർത്തപ്പെടുന്നതാവാം, അതുപോലെ തന്നെ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാതെ പോയതാവാം, ക്രൂരമാകുന്ന രീതിയിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില ഇൻസിഡൻറ്റുകളാവാം. എന്തായാലും അതിനെയൊക്കെ കണക്റ്റ് ചെയ്തുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരേ ഒരു മാർഗം മെഡിറ്റേഷൻ, പ്രാർത്ഥന, റൈറ്റ് ഹീലിംഗ്, അഫർമേഷൻസ്. നമ്മുടെ മനസ്സിനും എപ്പോഴും മെഡിസിൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ട, നമ്മുടെ മനസ്സിന്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പവർഫുള്ളാക്കേണ്ട മെഡിസിനാണ്. അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് മാറുക. സമയം മാറുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പെയിൻഫുള്ളാകുന്ന ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ തിരിഞ്ഞു നടക്കേണ്ടി വരുന്ന, പിന്നിലേക്കൊന്ന് സഞ്ചരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ശരിക്കും ഇന്നലെ നിങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഒരുപാട് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന ഒരവസ്ഥ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻസൈറ്റി, ഡിപ്രഷൻ, ശരിക്കും എന്തിനൊക്കെയോ നിങ്ങൾ പേടിക്കുന്നു. ഇനി എന്താണ് വരാൻ പോകുന്നത്, ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് എന്നുള്ള ആ ഒരു ഭയം നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പറ്റിയ ട്രോമാസിൻ്റെയും ആത്മവിശ്വാസക്കുറവിൻ്റെയും ഫലമാണ്. നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണോ അത് നിങ്ങൾ നേടിയെടുക്കുമെന്നുള്ള ഒരു പവർ, എനർജി നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ശക്തമാകുക തന്നെ ചെയ്യണം കേട്ടോ. കാരണം ഒരിക്കലും നമ്മളെ സഹായിക്കാൻ, നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മളൊരു വിജയത്തിലെ പാതയിലേക്ക് കൊണ്ടുപോകാൻ വേറെ ആരെയും നമ്മുടെ ചുറ്റും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ മാത്രമേ ഉള്ളൂ ശരണം. അപ്പം നിങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ദ ലവേഴ്സിൻ്റെ എനർജി കണക്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലിപരമാകുന്ന ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢനിശ്ചയം, ഒരു പക്ഷേ പാർട്ട്ണർമാർ നിങ്ങൾ മാത്രമാകുന്ന ചില നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ഓപ്പണായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു നിമിഷങ്ങൾ ലൈഫിൽ വരുന്നുണ്ട്. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും അവസാനിച്ച പല കാര്യങ്ങളും ആരംഭിക്കുന്നുണ്ട്. ഒന്നേന്നൊരു പുതിയ തുടക്കം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലോ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില നഷ്ടങ്ങളിൽ നിന്നും ചില ലാഭങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കുറച്ച് നിരാശാജനകമായ അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻസും കുറച്ച് ആളുകളുടെ എനർജിയിൽ ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. പക്ഷെ അതിനൊരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് നിങ്ങൾ കാണുന്നത്, അത്ഭുതത്തോടു കൂടിയാണ്. അതായത് ഇത്രയും കാലം ഇന്ന അവസ്ഥകളെല്ലാം ഞാൻ മറികടന്ന് ഇവിടെ വന്ന് നിന്നല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻസ്. ഒരു പക്ഷേ നിങ്ങളുടെ ചില ആളുകളുടെ എനർജിയിൽ നോക്കുമ്പം നിങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിച്ചിരുന്ന, നിങ്ങൾ മനസ്സുകൊണ്ട് ആരാധിച്ചിരുന്ന, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവാകുന്ന എക്സ്പീരിയൻസുകൾ മാത്രമായിരിക്കും ഉണ്ടായിട്ടുള്ളൂ. വിശ്വസിച്ച വ്യക്തിയിൽ നിന്നാവാം, സാഹചര്യങ്ങളിൽ നിന്നാവാം. എപ്പോഴും നിങ്ങൾക്കൊരു ശത്രുദോഷം എനർജി കണക്റ്റ് ചെയ്ത വ്യക്തികളുടെ സിറ്റുവേഷൻസിലേക്ക് നമുക്ക് നോക്കുമ്പം ഇവിടെ പറയാൻ സാധിക്കുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. എല്ലാം മറന്ന് നെഗറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളെയും മറന്ന് ഒരു കൂടിച്ചേരലിൻ്റെ, സമാധാനത്തിൻ്റെ, ഇമോഷണൽ ബാലൻസിൻ്റെ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികൾക്ക്, ഒറ്റപ്പെടൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത, അതല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം ഒരു പുതിയ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ജീവിതം മാറുന്നു. ഇന്നൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക്
സ്ഥലങ്ങളിലേക്ക് ഒരു ട്രാവലിംഗ് എനർജി ചിലരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഒറ്റപ്പെട്ട് നിന്ന വ്യക്തികളിൽ ഒരു ട്രാവലിംഗ് എനർജി, മറ്റൊരിടത്തേക്ക് നിങ്ങൾ ഒരിടം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്ന സിറ്റുവേഷൻസ്. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടലുകളും നിരാശയും ഒരു കോൺഫ്ലിക്റ്റ് എനർജിയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറുന്ന, സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ്, ഒരു എന്താ പറയുക, ഓവർകം ചെയ്യുന്നു, പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എസ്കേപ്പിംഗ്, വിട്ടുപോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷെ അത് ദ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾ നെഗറ്റീവാകുന്ന കാര്യങ്ങളുടെ ഇടയിൽ ട്രാപ്പിലായിരുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അതായത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് ട്രാപ്പ് എനർജിയിൽ നിന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില എക്സ്പീരിയൻസുകളാണ്, ലൈഫ് മാറി മറിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. സ്വപ്നം റിയാലിറ്റി ആവാൻ പോകുന്നു. ജീവിതത്തിൽ അബണ്ടൻസ് വരാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആകുന്നു. നിങ്ങളുടെ സമയം മാറുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഫിനാൻഷ്യൽ ലോസ്, ഇമോഷണൽ ലോസ്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളിലേക്ക് നോക്കുമ്പം ഇനി നിങ്ങൾക്ക് സെലിബ്രേഷനാണ്, സന്തോഷത്തിൻ്റെ സമയമാണ്, വിജയത്തിൻ്റെ സമയമാണ്, റീയൂണിയൻ്റെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികളോടൊപ്പമുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ്റെ സമയമാണ്. ജീവിതം ശരിക്കും മാറുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. ഓപ്പർച്യൂണിറ്റീസുകളുടെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട്. പഴയ പല ബന്ധങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അത് പ്രണയമാവാം, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റിലേഷൻഷിപ്പുകളാവാം, ഒക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ എനർജിയിൽ കാണുന്നത്. അതായത് നിങ്ങളുടെ വീഴ്ചയിൽ നിന്നും നിങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള ഒരു യാത്ര ആണ് ഇനി നിങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. അത് പിന്നീട് നിങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധിയിൽ അവസാനിക്കുക തന്നെ ചെയ്യും. ദൃഢനിശ്ചയം വേണം, പ്രയത്നിക്കാനുള്ളൊരു മനസ്സ് വേണം, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാവണം. ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സാമ്പത്തികപരമാകുന്ന ഉന്നതിയും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ടുള്ള എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓപ്പർച്യൂണിറ്റീസുകൾ ഇനി നിങ്ങളിലേക്ക് വരും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളുടെ ഇടയിൽ ഇന്ന് ചെറിയൊരു കോൺഫ്ലിക്റ്റ്, ചെറിയൊരു തടസ്സം വരുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും മറ്റുള്ളവരോട് ഇടപെടുന്നതിലൊക്കെ കുറച്ച് ആളുകളൊന്ന് ശ്രദ്ധിക്കുക എന്നുകൂടി കാണിക്കുന്നുണ്ട്. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് ഇന്നത്തെ ദിവസം. പക്ഷേ ഇമോഷണലി ഒരു നിരാശയുണ്ട്, ഒരു എന്താ പറയുക, ഒരു വിട്ടുകളയുന്ന ഒരവസ്ഥ, പലതും ആഗ്രഹിച്ച പലതിനെയും ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ദ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു നല്ല സമയമുണ്ട്. അതിൻ്റെ ഒരു തുടക്കം ഇന്ന്, അതിനുള്ളൊരു സ്റ്റാർട്ടിങ് എനർജി ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത്. വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. അതായത് നിങ്ങളുടെ കർമ്മ അവസാനിക്കുന്നു. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ദുരിത കാലഘട്ടം, ദുഃഖത്തിൻ്റെ കാലഘട്ടം നിങ്ങൾക്ക് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇമോഷണലി എല്ലായിടത്തും നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അത് നിങ്ങൾക്ക് അനുകൂലമാണ്. ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇമോഷണലി ഒരു നിരാശയോ ഒറ്റപ്പെടലോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, ഒരു ഹാപ്പി മൊമെൻറ്റ്സ് അല്ല നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് സഹായം വേണ്ട, ആരാണോ നിങ്ങൾക്ക് സഹായമായിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ അടുത്താണോ നിങ്ങൾക്ക് സഹായമായിട്ട് ചെല്ലാൻ സാധിക്കുന്നത് അവരിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കേട്ടോ ഇന്നത്തെ ദിവസം.
ഒരു മെൻ്റൽ സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ. പിന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് വളരെയധികം ശക്തമായിട്ട് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. ചില ഇടങ്ങളിലൊക്കെ ഒരു ഹൈഡ് എനർജി ലൈഫിൽ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ മറച്ചു വെക്കേണ്ടത് മറച്ചു വയ്ക്കുക, പറയേണ്ടത് മാത്രം പറയാൻ ശ്രമിക്കുക. ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒരു ബൗണ്ടറി ഇട്ട് ഇന്നത്തെ ദിവസമാണേലും മുന്നോട്ടാണേലും നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ശക്തമാകുന്ന എനർജി. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, മറ്റൊരിടത്തുമല്ല. നിങ്ങളിൽ തന്നെ നിങ്ങളത് കണ്ടെത്തുക, മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ.